ജിന്ന ഇസ്ലാമിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ആവശ്യപ്പെട്ടു, മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം. എന്നാൽ തികഞ്ഞ ഒരു മതവിശ്വാസിയായിരുന്നുവോ ജിന്ന? ആ ചോദ്യം പ്രസക്തമാണ്. അല്ല എന്നാണ് ഉത്തരം. ഇസ്ലാമിക ചര്യയനുസരിച്ച് ജീവിതം നയിച്ച ഒരാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. ഞാനതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ലോകത്തെവിടെയുമുള്ള മുസൽമാൻ പൊതുവിൽ ഏറ്റവും നിഷിദ്ധമാണ് എന്ന് കരുതുന്ന ഒരു ഭക്ഷണമാണ് പന്നിയുടെ മാംസം. നിഷിദ്ധമായി കണക്കാക്കുന്ന പാനീയമാണ് മദ്യം. ഇത് രണ്ടും സുലഭമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു ജിന്ന. എന്ന് വെച്ചാൽ സത്യവിശ്വാസിയായ ഒരു മുസൽമാൻ്റെ ജീവിത രീതികളുമായി ഒരു ബന്ധവും ജിന്നയ്ക്കുണ്ടായിരുന്നില്ല. സവർക്കർ വിശ്വാസിയായ ഒരു ഹിന്ദുവായിരുന്നുവോ എന്ന ചോദ്യത്തിനും ഏതാണ്ട് തത്തുല്യമായ ഉത്തരമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും ലഭിക്കുക. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ പഥികരായിരുന്നു ഇവർ രണ്ടുപേരും. വർഗീയാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തമാക്കാൻ, മത റിപ്പബ്ലിക് എന്ന ആശയം മുൻപോട്ട് വയ്ക്കാൻ ഒക്കെ ഇവർ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, വർഗീയവാദി മതവിശ്വാസിയായി കൊള്ളണം എന്നില്ല, മതവിശ്വാസി വർഗീയവാദിയായി കൊള്ളണം എന്നുമില്ല. വിശ്വാസം എന്നത് മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വാസിയാകാം, ആകാതെ ഇരിക്കാം. അത് തീർത്തും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ വർഗീയത എന്നത് അത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴിയായാണ് ചരിത്രത്തിലുടനീളം ഒരു കൂട്ടം ആളുകൾ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവരെ നാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജ്യം കണ്ട വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിരുന്ന ഒരാൾ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം രാഷ്ട്രീയാധികാരം പിടിച്ചടക്കുന്നതിനുള്ള ഒരു മറയായിരുന്നു. അതാണ് ജിന്നയ്ക്ക് മതം ഒരു മറയായിരുന്നു. അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മറ അതായിരുന്നു, അത് മാത്രമായിരുന്നു.